ഓക്കെ ചേട്ടന് അമ്മയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി എന്താ? അമ്മ നമ്മളെന്ത് പറഞ്ഞാലും സമ്മതിച്ചു തരും, അതാണ്. എന്റെ മക്കളെ ആഗ്രഹമാണ് എന്റെ ആഗ്രഹം. നമ്മളെ കൂടെ മക്കളെ മാത്രമല്ല അവന്റെ പപ്പയുടെ ആഗ്രഹവും എന്റെ മക്കളെ ആഗ്രഹവും മാത്രമേ ഞാൻ ജീവിച്ചിട്ടുള്ളൂ. ഒരു കറി വെക്കുമ്പോഴൊക്കെ അവരെന്തിനു വേണം മക്കളെ എന്ന് ചോദിക്കുമ്പോഴും അവര് പറയണ എന്തിനാണെന്ന് വെച്ചാലേ ഞാൻ ചെയ്യും. അതിനെ പറയുന്നില്ല, അവര് പോണ്ടെന്ന് പറഞ്ഞാൽ പോവില്ല. അതല്ലാണ്ട് വേറൊരു ക്വാളിറ്റി എന്തായിരിക്കും? എനിക്ക് ഇപ്പൊ നമ്മൾ കാണണമെന്ന് തോന്നുമ്പോഴേ അമ്മ ചിലപ്പം വിളിക്കും. ആ ഒരു ക്വാളിറ്റി എന്ന് ചോദിച്ചാൽ ചിലപ്പം കാണണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് ചിലപ്പോ അമ്മയുടെ ഒരു കോള് വരും. എപ്പോഴും വിളിക്കില്ല, വല്ല മോള് എന്നോട് അവന്റെ അനിയത്തി എപ്പോഴും വിളിക്കും. എപ്പോഴും 3 നേരമൊക്കെ വിളിച്ച് കാര്യങ്ങൾ തരാം. എന്നും അമ്മേനെ വിളിക്കാറില്ല, പക്ഷെ വല്ലപ്പോഴേ വിളിക്കാറുള്ളൂ. പക്ഷെ ഞാൻ കറക്റ്റ് സമയത്ത് എനിക്കറിയാലോ അവന് വിളിക്കുന്നേ. ഓക്കെ, ഇനി അമ്മയ്ക്ക് ചേട്ടനിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്വാളിറ്റി എന്താ? അനുസരണ. അയ്യോ അമ്മ ഞാൻ പറഞ്ഞ എന്തും അവൻ അനുസരിച്ചിട്ടുണ്ട് ഇതുവരെ. വേറെ ഗതിയില്ലാത്തോണ്ടാണ്. പിന്നെ എന്തിനു പിന്നെ അങ്ങനെ പൊക്കരുത്. അവനെ പൊക്കി പറയണത് ഇഷ്ടമേ അല്ല. പക്ഷെ പൊക്കണതല്ല, അവൻ ഇപ്പൊ എന്തിനാണ് ഞാൻ മക്കളെ അങ്ങനെ ചെയ്തുകൂടാ, ഇങ്ങനെയാണെന്ന് പറയുമ്പോ അവൻ അത് അക്സെപ്റ്റ് ചെയ്യും. അപ്പൊ അതാണ് നല്ലത്. ഇപ്പൊ പോകണ ഞാൻ പോവും, എനിക്ക് തോന്നിയെടുത്ത് പോകും അങ്ങനെ പറയുമ്പോ നമുക്കത് അങ്ങനെ ചെയ്യാറില്ല. പിന്നെ വേറെ അവനെ പൊക്കി പറയണത് ഒന്നും ഇഷ്ടമല്ല. ഓക്കെ, അപ്പം ചേട്ടന് അമ്മയുടെ എന്തൊക്കെ ക്വാളിറ്റീസാ കിട്ടിയിട്ടുള്ളത്? നിങ്ങൾ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, കാണാൻ ഏകദേശം ഒരേപോലെ ഉണ്ട്. അതല്ലാണ്ട് ക്വാളിറ്റീസ് എന്തൊക്കെയാ കിട്ടിയിട്ടുള്ളത്? ഞാൻ അഭിനയിക്കുന്നത് അമ്മ കുറച്ച് എക്സ്പ്രഷൻ ഒക്കെ എന്റെ അടുത്ത് ഇടുക. മുമ്പ് എന്തെങ്കിലുമൊക്കെ പറയും, ഓരോ ആൾക്കാർ പറയുന്ന അഭിനയിച്ചൊക്കെ കാണിക്കും. കുറെ പരിപാടികളുണ്ട്, ചിലപ്പോ അതായിരിക്കും. അച്ഛന്റെ എന്തൊക്കെ ക്വാളിറ്റീസ് ആയിരിക്കും? അച്ഛന്റെ എന്തൊക്കെ ക്വാളിറ്റീസ് ആയിരിക്കും കിട്ടിയിട്ടുള്ളത്? അച്ഛന്റെ ഡ്രൈവിങ്, ഡ്രൈവിങ് അത്യാവശ്യം എക്സ്പേർട്ടാ. അത്യാവശ്യം ഡ്രൈവിംഗ് പരിപാടി കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അമ്മ എന്താ ആലോചിച്ചിരിക്കണേ? എന്തായിരിക്കും അമ്മക്ക് എന്താ തോന്നണേ? എന്തിനാണ് ചേട്ടൻ എന്തൊക്കെ ക്വാളിറ്റീസ് അമ്മയുടെ കിട്ടിയിട്ടുള്ളേ? വീട്ടില് അവന്റെ അച്ഛൻ പറയും നിന്റെ സ്വഭാവമാണ് അവനും എന്ന് അവന്റെ അനിയത്തിയും പറയും. ഏതാണ്ടൊക്കെ ഒരേപോലെയാണ്. ഇത് സ്നേഹത്തിൽ എന്ന് വെച്ചാ പെട്ടെന്ന് നമ്മളടുത്ത് ദേഷ്യപ്പെട്ട് സംസാരിക്കുക എടുക്കുകയും ചെയ്യുമ്പോ പെട്ടെന്ന് നമുക്കങ്ങ് വിഷമാവും. അതുപോലെ ഒരു വിഷമം അവനും ഉണ്ട്. പുറത്തെങ്ങനെയാണെന്ന് അറിഞ്ഞില്ല, കൂട്ടുകാരോട് എങ്ങനെയാണെന്ന് അറിഞ്ഞില്ല, വീട്ടിലെങ്ങനെയാണ്. അപ്പൊ ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് അവൻ പെട്ടെന്ന് മൂഡൗട്ടായി അങ്ങ് പോകും. അപ്പൊ ആ സ്വഭാവം എന്റേത് അവനും ഉണ്ട്. അതങ്ങനെയാണ്. നിങ്ങൾ പിണങ്ങിയിരിക്കാറുണ്ടോ? ഒരുപാട് തവണ അമ്മ ചില സമയത്ത് മണ്ടത്തരങ്ങളൊക്കെ വിളിച്ചു ചെയ്തിട്ട് അത് വലിയ കാര്യമാണ്. ഇടയ്ക്ക് എന്തോ ഒരു ഡ്രസ്സ് ഇതൊന്നും എന്തെങ്കിലും ഒന്ന് ചെയ്ത് ഒന്ന് സെറ്റാക്കി തന്നെ അത് കറ പറ്റി, അതൊന്നും കറയൊന്നും പറ്റിയത് കണ്ടില്ല, ഇത് വൃത്തിയാക്കി തരണേന്ന് പറഞ്ഞു. സമയമില്ലായിരുന്നു, എല്ലാം ചെയ്തു. ഞാൻ വന്നപ്പോ രാത്രി 11 മണി വരെ എന്തെങ്കിലും തുണി തേച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നു, എല്ലാം പറക്കി അടിക്കി വെക്കുന്നു. സമയത്ത് ആ ഡ്രസ്സ് എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ മഞ്ഞ എന്തോ ഒരു കറ, ഒരു ശകലം ഒരു പൊട്ട്, വലിയ കറയാക്കി കഴിച്ചപ്പോഴും കണ്ട ശകലം മഞ്ഞയാണ്. അത് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് പോയില്ല. ഇങ്ങനെ കൈ കൊണ്ട് കഴുകണമായിരുന്നു. ഞാൻ എങ്ങനെയെങ്കിലും അത് സെറ്റ് ചെയ്ത് നല്ല ഡ്രസ്സായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാ. അല്ല അത് ഞാൻ ചെയ്തു തരാന്നൊക്കെ പറഞ്ഞ് മേടിച്ചു. എന്നിട്ട് ഞാൻ രാത്രി വന്നപ്പോഴത്തേക്കും അവിടെ നിന്ന് തുണി തേച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇച്ചിരി പിണങ്ങി. എന്നാലും കുറച്ച് സമയം തുണി എത്ര പിണക്കമുണ്ട്, ഭയങ്കര പിണക്കമാണ്. മണ്ടത്തരങ്ങളല്ല, അബദ്ധങ്ങൾ അതെല്ലായിടത്തും ഉണ്ടല്ലോ. അമ്മ എന്തിനാ പിണങ്ങിയിരുന്നിട്ടുള്ളേ? ഇത് തന്നെ, എന്റെ വായിന്ന് ചിലപ്പോ അബദ്ധങ്ങളൊക്കെ വീഴും.
നമ്മള് പഴയ ആൾക്കാരല്ലേ. പഴയ ആൾക്കാരാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ചെവി ഏതോ ഒന്ന് കേൾവിക്കുറവുണ്ട്. അപ്പൊ നമ്മള് പറയുന്നതല്ല തിരിച്ച് പുള്ളിക്കാരത്ത് കേൾക്കണം, തിരിച്ച് പറയണ വേറെ എന്തോ. അല്ല, ഇവര് പറയണതല്ല ഞാൻ മനസ്സിലാക്കണത്, ഞാൻ എന്റെ രീതിയിൽ മനസ്സിലാക്കും. അപ്പൊ അതിന് മറുപടിയാണ് ഞാൻ പറയണത്. ഇവർ ഉദ്ദേശിക്കുന്ന മറുപടി ആയിരിക്കില്ല. അതിന് ഇവന്റെ ഒന്നും കിട്ടും, എന്റെ പപ്പേരെ ഒന്നും വഴക്ക് കിട്ടും, ഇവന്റെ അനിയത്തിയുടെ ഒന്നും വഴക്ക്. ഇത് സ്ഥിരം ഉണ്ടാവും. അതിനു വേണ്ടി തന്നെ എല്ലാരും ഇവര് മൂന്നുപേരും വേണം, ഇവൻ മാത്രമല്ല. ഒന്ന് രണ്ട് ഏരിയയിലൊക്കെ പോയി എന്തോ അറിയാതെ വായന്ന് വീടുപയത്തനങ്ങളൊക്കെ വീണ് മുമ്പ് ഇച്ചിരി പ്രശ്നങ്ങളായിട്ടുള്ള അറിയാതെ അബദ്ധം പറ്റി പറയാറിയതില്ല. അമ്മ ഈ അമ്മയുടെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ അമ്മ വീട്ടിനകത്ത് എപ്പോഴും വീട്ടിനകത്താണ്. ഒരു 5 കിലോമീറ്റർ ചുറ്റളവിൽ അമ്മ പോയിട്ടുമില്ല. ട്രിവാൻഡ്രത്ത് ഒറ്റയ്ക്ക് ബസ് കയറി പോകാൻ പറഞ്ഞാൽ അമ്മയ്ക്ക് അറിഞ്ഞൂടാ. അമ്മ എപ്പോഴും വീട്ടിനകത്താ, എപ്പോഴും വീട്ടിൽ തന്നെ. ഭയങ്കര അന്തർമുഖയാ. ഇവരാരെങ്കിലും പുറത്തു കൊണ്ടുപോകുമ്പോഴും ചില കാര്യങ്ങളിൽ അമ്മയ്ക്ക് ഒന്നും ധാരണയില്ല. എനിക്കറിയാം, എനിക്ക് ഈ മക്കളെ ഞാൻ അമ്മയടുത്ത് പറഞ്ഞില്ല, പക്ഷെ അമ്മയ്ക്ക് ആഗ്രഹമുണ്ട്. ഞാൻ വരാം വന്ന് ചെയ്യാന്നൊക്കെ പറഞ്ഞ അമ്മ ഇങ്ങനെ നിന്നുകൊണ്ടാണ് എനിക്ക് താല്പര്യമില്ല. എനിക്ക് പേടിയാണ്, ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് ഭയങ്കര പേടിയാണ് ഇന്റർവ്യൂ. എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പൊ ചേട്ടന് 3ാമത്തെ വട്ടാണല്ലേ. ആദ്യം ഞങ്ങള് വാഴയുടെ ഒരു ട്രഷർ ഹണ്ട് എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രി ഒരു കൊതുക് പാടത്തിലൊക്കെ ഇത് 3ാമത്തെ. ഇത് 3ാമത്തെ വട്ടം. അപ്പോഴൊന്നും ചേട്ടൻ അങ്ങനെ ഇടയ്ക്കൊന്ന് സംസാരിക്കും. അങ്ങനെയൊന്നും അല്ല കേട്ടോ, വീട്ടില് നല്ലോല സംസാരിക്കും. ഈ അമ്മ ഓവർ കോൺഫിഡൻസ് കൂടെ കാണുമ്പോഴേ സിംഗിൾ കട്ടാക്കി അങ്ങ് വിട്ടുകൊടുത്തായി. സത്യം, ഞാൻ വീട്ടിൽ തന്നെയാണ്, ഏത് നേരവും വീട്ടിൽ അതുകൊണ്ട് അമ്മയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പുറത്ത് അങ്ങനെ അമ്മ ഒന്നും ഒറ്റയ്ക്ക് കറങ്ങി ഇടയ്ക്ക് ഞാൻ പക്ഷെ പോവില്ല, നമ്മള് കൊണ്ടുപോയി എനിക്ക് തൊട്ടടുത്ത് വരെ പോണമെങ്കിലും ഇവരാരെങ്കിലും മിക്കപ്പോഴും ഇവനാണ്. ഒരു തവണ ബസ്സിൽ കയറി പോയപ്പോഴത്തേക്ക് മുമ്പ് ചെറുതിലെ ബസ്സിൽ കയറി പോയപ്പോഴത്തേക്ക് ഞാൻ കറക്റ്റ് സമയത്ത് ഇറങ്ങി, അമ്മ ഇറങ്ങിയില്ല. ബസ്സിൽ ഫ്രണ്ട് ഇരുന്ന് ഇങ്ങനെ പോണു നോക്കി, പിന്നെ ഓടി പറഞ്ഞ ആളിറങ്ങാണ്ടെന്നൊക്കെ പറഞ്ഞ അവിടെ ബഹളം ഉണ്ടാക്കി. വേറെ ഓട്ടോക്കാർ ഓട്ടോ പിടിച്ച് വണ്ടിയുടെ പറയുന്നത്. പിന്നെ ഒരു ദിവസം മംഗലാപുരത്ത് അവിടെ പോയപ്പോഴും എനിക്ക് നെടുവങ്ങാട്ട് പോയപ്പോ 5 കിലോമീറ്റർ അപ്പോഴും എന്റെ അടുത്തിരുന്ന എന്റെ ഒരു ബന്ധുവാണ് എന്റെ അടുത്തിരുന്ന. ഞാൻ ചോദിച്ചാൽ അവിടെയാണ് ഇറങ്ങാനുള്ളത്, അമ്മ ഫ്രണ്ടിലാണ് ഇരുന്നത്, ഞാൻ അവിടെ അങ്ങ് ഇറങ്ങി. അപ്പോഴും അമ്മച്ചി നോക്കിയപ്പോ കണ്ടില്ല. പിന്നെ അവരടുത്ത ജംഗ്ഷൻ ഇറങ്ങിട്ട് തിരിച്ചു വന്നപ്പോ ഞാൻ അവിടെ നിൽക്കുന്നത്. ഇവരാരും എന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ടില്ല. എന്റെ 3 സഹോദരങ്ങളുണ്ട്. അവരാണ് അവര് ചെറുതിലേ എൻ്റെ കാര്യങ്ങൾ മൊത്തം അവർ നോക്കും. പിന്നെ ഇവൻ്റെ പപ്പ വെളിയിലിറങ്ങാൻ അവരെല്ലാം വാങ്ങിച്ചെടുത്ത് തരും. പിന്നെ എന്തെങ്കിലുമൊക്കെ ടൂറിനൊക്കെ പോകണമെങ്കിൽ കാർ ഡ്രൈവറല്ലേ, അപ്പോൾ ആ വണ്ടിയിൽ പോവും, തിരിച്ചു കൊണ്ടാക്കും. പിന്നെ അത് കഴിഞ്ഞ് ഇവൻ വന്നപ്പോഴും എനിക്ക് പുറത്തിറങ്ങി ഒന്നിനും പോവേണ്ടി വന്നിട്ടില്ല. പിന്നെ ഇപ്പൊ ഇവൻ എല്ലായിടത്തും കൊണ്ടുപോകും. ഒറ്റയ്ക്ക് വിട്ടാൽ ആള് മിസ്സിംഗ് ആവും, വേറെ എവിടെയെങ്കിലും പോയി അള്ളി ഒപ്പിക്കും. എന്നാൽ ഞാൻ പ്രീ ഡിഗ്രി ഒക്കെ പഠിക്കാൻ പോയത് ആറ്റിങ്ങലാണ്. ആ ഒരു ടച്ചൊക്കെ അങ്ങ് വിട്ടുപോയി എനിക്ക്. 10 കിലോമീറ്റർ അങ്ങോട്ടൊന്നും പോവാൻ എനിക്ക് ഇപ്പോഴും ഒറ്റയ്ക്ക് പോവാൻ അറിഞ്ഞൂടാ. സത്യമാണ് അവൻ പറഞ്ഞ സത്യം.